എന്ന മറുപടി കവിത എഴുതി. എന്റെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണക്കത്തെന്ന മറുപടി കവിതയിൽ അദ്ദേഹത്തെ വിമർശിച്ചവരെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വാത്മീകത്തിൽ ഇത്തിരി നേരം ധ്യാനലീനനായിരുന്നപ്പോൾ ശബ്ദമുണ്ടാക്കി നിങ്ങൾ. തുടർന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു, എറിഞ്ഞാൽ ഉടയില്ല, മന്ത്രാസ്ത്ര നിരവാരിച്ചൊരിഞ്ഞാൽ മുറിയില്ല ഈ മൺപുച്ചിൻ രോമം പോലും എന്ന് വിമർശകരെ ഓർമ്മപ്പെടുത്തി. അദ്ദേഹം അവസാനമായി പറഞ്ഞു, പടവാളിനേക്കാളും വീണയ്ക്ക് വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ. നിങ്ങളുടെ ഈ രക്തരൂഷിതമായ വിപ്ലവത്തിന്റെ തത്വശാസ്ത്രമുണ്ടല്ലോ, പരസ്പരം കൊണ്ട് സായുധമായ വിപ്ലവത്തിലൂടെയുള്ള സാമൂഹ്യ പരിഷ്കരണം, അതിനല്ല. എല്ലാ രാഗങ്ങളെയും ഒരുമിച്ച് സമന്വയിക്കാൻ കഴിയുന്ന വീണ, ഭാരതീയ സംസ്കാരം, പടവാളിനേക്കാളും വീണയ്ക്ക് വൈകാരിക പരിവർത്തനങ്ങളെ മനസ്സിൽ തീർക്കാനാവൂ എന്ന് ആ കവിതയിലൂടെ അദ്ദേഹം വിമർശകന്മാരെ ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പ്രോക്രിസ്റ്റിസ് എന്ന കവിത കമ്മ്യൂണിസ്റ്റുകളുടെ കാടത്ത മനോഭാവത്തിന് കൂടി ഉൾക്കൊള്ളുന്നതായിരുന്നു. പ്രോക്രിസ്റ്റിസ് എന്ന കവിതയിൽ അദ്ദേഹം എഴുതി, പ്രോക്രിസ്റ്റിസുകൾ ഒന്നല്ല, അനവധി പ്രോക്രിസ്റ്റിസുകൾ വന്നു. പ്രത്യയശാസ്ത്ര ശതങ്ങൾ ഒരുക്കി പ്രകടന പത്രിക നീട്ടി. ഇരുണ്ട ഗുഹകളിൽ ഇവിടെ 1000 ഇരുമ്പുകട്ടിലു കൂട്ടി. പ്രോക്രിസ്റ്റിസുകൾ രാഷ്ട്രീയക്കാർ നിൽക്കുകയാണ് ഈ നാട്ടിൽ, കച്ചി തിരിഞ്ഞവർ ഗുഹാമുഖങ്ങളിൽ നിൽക്കുകയാണ് ഈ നാട്ടിലെന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വരികളിലൂടെ കണ്ടെത്താൻ കഴിയുന്ന പ്രോക്രിസ്റ്റിസ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ആയിരുന്നില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ തേരോട്ടം നടത്തിയിരുന്ന, പാവപ്പെട്ട സാധാരണക്കാരന്റെ കഴുത്തിലേക്ക് കത്തി നീട്ടിയിരുന്ന കമ്മ്യൂണിസ്റ്റുകൾ അടക്കമുള്ള രാഷ്ട്രീയ സംവിധാനത്തെ എല്ലാറ്റിനെയും ഉദ്ദേശിച്ചായിരുന്നു പ്രോക്രിസ്റ്റിസ് എന്ന കവിത എഴുതിയിരുന്നത് അദ്ദേഹം. വയലാർ രാമവർമ്മയിലൂടെ കമ്മ്യൂണിസം പൂവണിയില്ല. വയലാറിനെയും തള്ളിപ്പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് നിലവിലുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് കവിത്രയങ്ങളിൽ ONV കുറുപ്പായിരുന്നു. നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ സംഭാവനകളായി കിട്ടിയിരുന്ന കവിതകളെയായിരുന്നു രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഉപാധികളായി കേരളത്തിലുടനീളം കമ്മ്യൂണിസ്റ്റുകൾ ഉപയോഗിച്ചു പോന്നിരുന്നത്. അദ്ദേഹമായിരുന്നു 8 കോടിയോളം മനുഷ്യജീവികളെ കൊന്നൊടുക്കിയ സ്റ്റാലിൻ മരിച്ചപ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ ONV കുറുപ്പ് കേരളക്കരയിൽ നിന്ന് പാടി ഇന്നലെ ലില്ലിപ്പൂക്കൾ എന്ന കവിതയിലൂടെ സ്റ്റാലിന്റെ മഹത്വം പാടിയിരുന്ന, മാത്രമല്ല പൊന്നരിവാൾ അമ്പിളിയിലെ കണ്ണെറിയുന്നോളെ എന്ന്, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഗുളിക രൂപത്തിൽ സംഭാവന ചെയ്തിരുന്ന, പ്രത്യയശാസ്ത്രം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വിപ്ലവത്തിന്റെ കവിയായിരുന്നു ONV കുറുപ്പ്. പിന്നീട് വാഗ്ദത്ത ഭൂമി എന്ന കവിതയിലൂടെ ോളെ എന്ന്, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഗുളിക രൂപത്തിൽ സംഭാവന ചെയ്തിരുന്ന, പ്രത്യയശാസ്ത്രം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന വിപ്ലവത്തിന്റെ കവിയായിരുന്നു ONV കുറുപ്പ്. പിന്നീട് വാഗ്ദത്ത ഭൂമി എന്ന കവിതയിലൂടെ അദ്ദേഹം ചോദിച്ചു, എവിടെയാ വാഗ്ദത്ത ഭൂമി, ചോദിപ്പു ഞാൻ എവിടെയാ സൗവർണ ഭൂമി എന്ന്. അദ്ദേഹത്തിന്റെ ആധുനിക കവിതകളിൽ നമുക്കറിയാം, ഒരുപക്ഷെ ഇന്നും കൗരവ സദസ്സിലെ ആചാര്യന്മാരെ പോലെ അദ്ദേഹം ആസ്ഥാന കവിയായി തുടരുന്നുണ്ടാകാം. പക്ഷേ കൗരവ സദസ്സിലെ ആചാര്യന്മാരെക്കാൾ ഉപരി യാതൊരു കൂറും അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടോ വിപ്ലവത്തോടോ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ആധുനിക കവിതകളിൽ വിപ്ലവത്തിന്റെ അംശമെങ്കിലും കാണാൻ കഴിയുമായിരുന്നു. ഭൂമിക്കൊരു ചരമഗീതവും അമ്മയും ഉജ്ജയിനിയും എല്ലാം എഴുതിയ സമയത്ത് അമ്മയിലും ഉജ്ജയിനിയിലും ഭൂമിക്കൊരു ചരമഗീതത്വം സരയുവിലേക്കും ഒന്നും എഴുതിയപ്പോൾ അതിനകത്ത് വിപ്ലവത്തിന്റെ ആഹ്വാനം പോകട്ടെ, വിപ്ലവത്തിന്റെ സ്പർശം പോലും ഇല്ലാതെ പോയത് കവിയുടെ മനസ്സിൽ നിന്ന് വിപ്ലവവീര്യം ചോർന്നുപോയി എന്നതിന്റെ തെളിവാണ്. പക്ഷേ ആസ്ഥാന കവിയായി തുടരുന്നു. കമ്മ്യൂണിസ്റ്റ് കവിത്രയത്തിലെ 3ാമത്തെ കവി നമുക്കറിയാം, പി ഭാസ്കരന്റെ നാടകഗാനങ്ങൾ, സിനിമാ ഗാനങ്ങൾ ഒരു കാലത്ത് കേരളക്കരയെ മുഴുവനും പിടിച്ചു കുലുക്കിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. പി ഭാസ്കരൻ ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു കവി ഇത്ര കാവ്യാത്മകമായി പക്ഷേ ക്രൂരമായി കമ്മ്യൂണിസത്തെ, അതിന്റെ ആചാര്യനെ വിശേഷിപ്പിച്ച് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അവർ ഇത്ര കാവ്യാത്മകവും പക്ഷെ ക്രൂരവുമായി. 1991 അവസാനം ഭാഷാഭോഷിണി പുരോഗമന കലാസാഹിത്യ സംഘടനയെ കുറിച്ച് നടത്തിയിരുന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പി ഭാസ്കരൻ ഇങ്ങനെ എഴുതി. അദ്ദേഹം പറഞ്ഞു, പാതയോരത്ത് വിഷാദമഗ്നനായിരിക്കുന്ന ലാടജോത്സ്യന്റെ നാഡീശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ വിലയേ ഉള്ളൂ മാർക്സിന്റെ പ്രവചനങ്ങൾക്ക്. ഇതായിരുന്നു പി ഭാസ്കരൻ മാസ്റ്ററുടെ പ്രതികരണം. പാതയോരത്ത് വിഷാദമഗ്നനായിരിക്കുന്ന ലാടജോത്സ്യനാണ് ഈ കാർൽ മാർക്സ്. ലാടജോത്സ്യന്റെ കൈകളിലെ നാഡീശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ടല്ലോ, അതിന്റെ വിലയേ ഉള്ളൂ ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങൾക്ക്, മൂലധനത്തിനും മാനിഫെസ്റ്റോവിനുമൊക്കെ നാഡീഗ്രന്ഥങ്ങളുടെ വിലയേ ഉള്ളൂ എന്ന് 91 അവസാനം ഭാഷാഭോഷിണി നടത്തിയിരുന്ന ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പി ഭാസ്കരൻ എഴുതി. ഇവിടെ കമ്മ്യൂണിസ്റ്റ് കവിത്രയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു പോന്ന കവികളിലൂടെ പോലും കമ്മ്യൂണിസം പൂവണിഞ്ഞില്ല. മാത്രമല്ല, മഹാകവി അക്കിത്തം ഇന്ന് കേരളത്തിൽ
തപസ്യയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന മഹാകവി അക്കിത്തം. അദ്ദേഹം പുരോഗമന കലാസാഹിത്യ സംഘടനയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള സംഘടനയുടെ പ്രമുഖനായ പ്രവർത്തകനായിരുന്നു. ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചു പുറത്തു വന്ന അദ്ദേഹം 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയും പ്രസ്ഥാനത്തെയും ആഞ്ഞടിക്കുകയായിരുന്നു അക്കിത്തം ചെയ്തത്. തകഴി, ഈ സമീപകാലത്ത് തകഴിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിശേഷിച്ച് ആചാര്യനായ EMS നമ്പൂതിരിപ്പാടും തമ്മിൽ നടന്നിരുന്ന വാദപ്രതിവാദങ്ങളെ കുറിച്ചൊക്കെ നാം നേരിട്ട് കണ്ടതും കേട്ടതുമാണെന്നതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആരിലൂടെയും കമ്മ്യൂണിസം സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് കമ്മ്യൂണിസത്തെ സാക്ഷാത്കരിക്കാൻ ആയുധങ്ങൾക്കേ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് കൊല്ലാനും ചാകാനും വേണ്ടി അന്ധവിശ്വാസത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒരു വർഗത്തെ തളച്ചിടാൻ വേണ്ടിയുള്ള പരിശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വിശേഷിച്ചും ഭാരതത്തിൽ പൊതുവെയും ഉള്ള പ്രദേശങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുന്നു. അതുകൊണ്ടായിരുന്നു ഒരു പുരുഷായുസ് മുഴുവനും കമ്മ്യൂണിസത്തിന് വേണ്ടി പ്രവർത്തിച്ച് കമ്മ്യൂണിസത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ശ്രീമാൻ C. അച്യുതമേനോൻ മരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ അവസാനത്തെ ലേഖനം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 1991 ഒക്ടോബർ മാസം 13-ാം തീയതി ആ ലേഖനം പ്രസിദ്ധീകരിച്ചു. 1991 ഒക്ടോബർ മാസം 13-ാം തീയതി പ്രസിദ്ധീകരിച്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്യുതമേനോൻ എഴുതിയ ലേഖനത്തിന്റെ തലക്കെട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് എന്നായിരുന്നു. ആ ലേഖനത്തിൽ അച്യുതമേനോൻ തന്റെ ഒരായുസ് മുഴുവനും ചിലവഴിച്ചിട്ട് എന്തു നേടി കമ്മ്യൂണിസത്തിലൂടെ എന്നദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹം ഇങ്ങനെ എഴുതി: മാർക്സിസം വിപ്ലവത്തിനൊരു വഴികാട്ടി മാത്രമാണ്, പ്രമാണവാദമല്ല എന്ന് നാം ഓരോരുത്തരും ജീവിതത്തിൽ ഒരു 100 തവണയെങ്കിലും ഉരുവിട്ടിട്ടുണ്ടാകും. എങ്കിലും അത് കഴുത കുങ്കുമം ചുമക്കുന്നത് പോലെയായിരുന്നു. നാം കമ്മ്യൂണിസ്റ്റുകൾ ഭാരതത്തിൽ പ്രവർത്തിച്ചത് കഴുതകളെ പോലെയായിരുന്നു എന്ന് ഒരായുസ് മുഴുവനും കമ്മ്യൂണിസത്തിന് വേണ്ടി ചെലവഴിച്ച C. അച്യുതമേനോൻ അവസാനം എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തുടർന്നെഴുതി: എനിക്കിപ്പോൾ വലിയ ലജ്ജ തോന്നുന്ന ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ. രഹസ്യ സ്വഭാവത്തോടു കൂടി അദ്ദേഹം പറയുന്നു, 1948 മുതൽ 51 വരെയുള്ള കാലത്തെ രഹസ്യപ്രവർത്തന വേളയിൽ ഞങ്ങളുടെ ഒളിസങ്കേതങ്ങളിൽ കഴിച്ചുകൂട്ടുകയല്ലാതെ മറ്റു വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിക്കാതിരുന്ന കാലത്ത് 3 ദീർഘവർഷങ്ങൾ നേതാക്കന്മാർ മുഴുവൻ സമയവും ഒരു ഘോരമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അതെന്തായിരുന്നുവെന്നോ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം. നീണ്ട 3 വർഷത്തെ ദീർഘ ചർച്ചകൾക്ക് ശേഷവും ഞങ്ങൾക്കാർക്കും പരിഹരിക്കാൻ സാധിക്കാതെ ഒടുവിൽ നേതാക്കന്മാർ പരിഹാരം തേടി മോസ്കോവിൽ ചെന്ന് സ്റ്റാലിനെ തന്നെ കണ്ട് സംശയ നിവൃത്തി വരുത്തി. തുടർന്ന് അദ്ദേഹം ചോദിക്കുന്നു, ഇതിൽ പരം ദയനീയമായ ആശയപരമായ പാപ്പരത്വം ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? സ്വന്തം പ്രസ്ഥാനത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അച്യുതമേനോൻ ചോദിക്കുന്നു, ഞങ്ങൾ 4 നേതാക്കന്മാരെ അജയ ഘോഷ്, രാജേശ്വര റാവു, S.A. ഡാംഗെ, ബാസവ പുന്നയ്യ തുടങ്ങിയ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലെ നെടുന്തൂണുകളായ 4 നേതാക്കന്മാർ 1947 മുതൽ 51 വരെ ഞങ്ങൾ ചിന്തിച്ചിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു, മൂത്ത സഖാവ് ലോകത്തിലെ ഏറ്റവും വലിയ രക്തചക്ഷസ് ജീവിച്ചിരിക്കുന്നുവല്ലോ മോസ്കോവിൽ, അദ്ദേഹത്തെ ചെന്നു കണ്ട് നേതാക്കന്മാർ ചോദിച്ച ചോദ്യം രസകരമായിരുന്നു. സഖാവേ, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം. സഖാവ് എടുത്തടിച്ച പോലെ മറുപടി പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ഉടൻ തിരിച്ചു വന്ന് ഭാരതീയരോട് പ്രഖ്യാപിച്ചു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടത്രേ എന്ന്. ഇതിനെക്കുറിച്ചാണ് അച്യുതമേനോൻ ചോദിക്കുന്നത്, ഇതിൽ പരം ദയനീയമായ ആശയപരമായ പാപ്പരത്വം ലോക ചരിത്രത്തിലെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? തുടർന്ന് അദ്ദേഹം എഴുതുന്നു, ഇങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് എന്ത് വിപ്ലവമാണ് നയിക്കാൻ കഴിയുക? എന്ത് വിപ്ലവത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്? അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയെക്കുറിച്ച്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു അച്യുതമേനോൻ. പിളർന്നതിന് ശേഷമല്ല ഈ സംഭവം നടന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് CPIയുടെ തലയിൽ വെച്ച് കൈകഴുകാനും കഴിയില്ല. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന അച്യുതമേനോനാണ് ചോദിക്കുന്നത്, എന്ത് വിപ്ലവമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭാരതത്തിൽ നടത്താൻ കഴിയുക? തുടർന്ന് അദ്ദേഹം അതേ ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നു, അതുകൊണ്ട് നമ്മുടേതായ ഒരു പാത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ തെളിയിച്ചെടുക്കണം. അതിന് മാർക്സിൽ നിന്ന് മാത്രമല്ല, ഗാന്ധിജിയിൽ നിന്നും, ജയപ്രകാശിൽ നിന്നും, ആചാര്യ നരേന്ദ്രദേവിൽ നിന്നും, അംബേദ്കറിൽ നിന്നും, രാമകൃഷ്ണനിൽ നിന്നും, വിവേകാനന്ദനിൽ നിന്നുമെല്ലാം നമുക്ക് ആവേശം ഉൾക്കൊള്ളുക മാത്രമല്ല പാഠങ്ങൾ പഠിക്കുകയും ചെയ്യാം. കമ്മ്യൂണിസ്റ്റുകളുടെ സർവ്വപുച്ഛത്തെയും ബുദ്ധിപരമായ അഹന്തയെയും നാം കൈവെടിഞ്ഞേ തീരൂ. അതുകൊണ്ട് മാർക്സിനെയും ഏംഗൽസിനെയും എല്ലാം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. അദ്ദേഹം എഴുതി, ഈ ശീലമൊക്കെ നാം ഉപേക്ഷിക്കണം. വിപ്ലവതന്ത്രമോ മാർഗമോ ഒന്നും കോപ്പിയടിക്കാൻ പറ്റുന്നതല്ല. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളെയും അവരുടെ പാരമ്പര്യങ്ങളെയും സ്വഭാവ പ്രത്യേകതകളെയും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെയും ചരിത്രത്തെയും എല്ലാം പഠിച്ച് യാഥാർത്ഥ്യത്തിൽ അടിയുറച്ചൊരു വിപ്ലവ മാർഗം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ന് സാധിക്കുമോ അന്നേ ഇന്ത്യൻ കമ്മ്യൂണിസത്തിന് പ്രായപൂർത്തി തികയോ. അതുവരെ പുരാണത്തിലെ